സുഖിച്ചിരിക്കണേ കണ്ടാത്തൊന്നും വീട്ടിലെ മോലാളിയാണ്. ഡ്രൈവറെ ഇങ്ങോട്ട് പിടിടാ, അങ്ങോട്ട് പെട്ടെന്ന് കാറി കൊണ്ടുപോടാ സാധനങ്ങളൊക്കെ. സമയമുണ്ടല്ലോ, ഇങ്ങോട്ട് പിടി, അങ്ങോട്ട് പെട്ടെന്ന് പോ. ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പോ. ഇത് പിടി. അല്ല മുതലാളി കല്യാണത്തിന് വരില്ലേ? ഞാൻ തന്നെ പറഞ്ഞത് എനിക്ക് വയസ്സായി, എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല വണ്ടിക്കകത്തിരുന്ന് ഞാൻ ഛർദ്ദിക്കും ഞാൻ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചേച്ചിയെ കൊണ്ടുപോകണ്ട, ഭയങ്കര റിസ്ക് ആണ് ചേച്ചിയെ കൊണ്ടു. നീ തല ചോന്നുകൊണ്ടല്ല പോണത്, നീ കാറിലല്ലേ അവളെ കൊണ്ടുപോണത്. ഞാൻ അവളെ പിടിച്ചോണ്ട് പെട്ടെന്ന് പോവാൻ നോക്കടാ. ഇത്ര ഒപ്രാളം തോന്നുന്നു. എന്തിനാ വെപ്രാളം? അല്ല ഞാൻ ഐസായിട്ട് കൊണ്ടുപോയിട്ട് വരുമല്ലോ, പിന്നെ ഒപ്രാളം തോന്നുന്നു. ആര് വെപ്രാളപ്പെട്ട്? ചേച്ചി ചേച്ചി ശരിയായോ എന്തോ ദൈവമേ. ഞാൻ കല്യാണത്തിന് പോവാണ്. ഞാനിവിടെ എല്ലാന്ന് കരുതി അടുക്കളയിൽ കയറി ലഡുവും ജിലേബി ഒന്ന് കട്ട് തിന്നേക്കരുത്. പിന്നെ കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ മറക്കരുതേ. മരുന്ന് വയ്ക്കാം. എനിക്ക് അങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്. കല്യാണത്തിന് പോവേണ്, 2 ദിവസം കഴിഞ്ഞേ നീ വരുള്ളൂ. അവിടെ പഴയ കുറെ കിണാപ്പ് കിളവന്മാർ വന്നിടന്ന് കറങ്ങും. അവരുടെ മുമ്പിൽ ഈ കോയ പ്ലാഞ്ചം പോലെ കിടന്ന് കറങ്ങല്ലേ. എന്റെ സുരക്ഷയെന്ന് നോക്കാൻ എനിക്കറിയാം. അല്ല, ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയി എന്റെ ഭാഗ്യലക്ഷ്മിക്ക്, അതുകൊണ്ട് പറഞ്ഞതാ. കല്യാണത്തിന് പോണം. നോക്കി പോണേ, സൂക്ഷിച്ചു പോണം കേട്ടാ. 2 ദിവസം ഞാൻ എങ്ങനെ സഹിക്കും ഞാൻ ഭാഗ്യലക്ഷ്മി. വിഷമിക്കല്ലേ, 2 ദിവസം കണ്ട് ഞങ്ങൾ വരില്ലേ. പെട്ടെന്ന് പറഞ്ഞേ, ഇടക്കിടക്ക് എന്നെ വിളിച്ചോണം കേട്ടാ. പോയിട്ടോ സൂക്ഷിച്ചു കൊണ്ടുപോണേ, നമുക്ക് വയ്യാത്താണ് അതുപോലെ കേട്ടാ. ഞാൻ എങ്ങനെ സഹിക്കും. ടാറ്റ. രണ്ടു ദിവസം ഞാൻ ഈ വീട്ടിൽ അടിച്ചു പൊളിക്കും. അടിക്കന്നടിറക്കമ്മ വല്ലാക്ക് ഞരിപ്പ് എങ്ങഞ്ച് കുലുങ്ക് തടി അടിക്കണ്ടടി മൂക്കൂത്തി മാണിക്ക ചവപ്പ് മച്ചാന ഇറുക്കതടി. ഇന്ന് ഞാൻ ഇവിടെ പൊളിക്കും. ദൈവമേ, പണ്ടാറക്കാത്ത് 2 ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ. എന്റെ ലൈനെ ഒന്ന് വിളിച്ചു നോക്കാം. ബേബി എവിടെ എത്തി? എന്റെ അടുത്തോണ്ടാ? ഇപ്പൊ ഒരു കാർ അങ്ങോട്ട് വെള്ളോട്ട് ഇറങ്ങി പോണ കണ്ടാ? എന്റെ ആ പെമ്പറന്നൊരു പോയ പോക്കാണ്. ബേബി ഒരു കാര്യം ചെയ്, പതുക്കെ ആരും കാണാതെ നൈസ് കോട്ടിനകത്തോട്ട് കയറി വാ. അഥവാ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് വാ. അയ്യോ, ഞാൻ ഇന്ന് തകർക്കും. എന്താ ബേബി? ഞാൻ 10 മിനിറ്റ് ആയി പുറത്ത് വന്നിട്ട്. 10 മിനിറ്റ് അല്ലേ അവള് പുറത്ത് വന്നിട്ട്? ഞാൻ വെളുപ്പങ്ങൾ 4 മണിയോടെ ഓടിക്കണം അവള് പോവാൻ വേണ്ടിട്ട്. ആണോ? എന്റെ സ്വീറ്റി ബേബി, സത്യം പറയട്ടാ, പറയൂ. നിന്നെ കണ്ടു കഴിഞ്ഞാലേ AI ടെക്നോളജി പോലും തോറ്റു. അതെന്താ? അത്രയ്ക്ക് സൗന്ദര്യമല്ലേ? ആണോ? ഓരോ ദിവസം കഴിയുന്തോറും സൗന്ദര്യം കൂടി വരുന്നു. ബേബി, സമയം പോകുന്നു. നമുക്കേ കണ്ണിൽ നോക്കി കഥ പറഞ്ഞാലോ? പിന്നെന്താ, എത്ര കഥ വേണമെങ്കിലും പറയാ. എന്റെ പൊന്ന് നോക്കി ചോദിച്ചേ. ബേബി, കണ്ണിൽ നോക്ക്. എന്റെ കണ്ണിൽ നോക്ക് ബേബി, കണ്ണിൽ നോക്ക്. ഇതെന്താ ഇങ്ങനെ നോക്കണേ? എനിക്ക് ദൂരെ കാഴ്ചയല്ലേ, അടുത്തൊന്നും കാണാൻ പറ്റൂല. അയ്യോ, ഈ ബേബിയുടെ ഒരു തമാശ. ബേബി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ബേബി ഒരു കാര്യം മറന്നു. എന്ത് മറന്നു? ഞാനൊന്നും പറഞ്ഞില്ല. മറന്നില്ല സ്വീറ്റി. മറന്നു. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. രാവിലെ BP-ക്കുള്ള ഗുളിക കഴിച്ച് ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുത്ത്. അയ്യോ, മറന്നു സ്വീറ്റി, മറന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ മറന്നു. കണ്ണിന്റെ ഒഴിക്കണ മരുന്ന് മറന്നു പോയി. അതല്ല, പിന്നെ എനിക്ക് ഒരു കല്ല് വെച്ച മാല വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? കല്ല് വെച്ച മാല പറഞ്ഞു വാങ്ങി. എന്റെ സ്വീറ്റി, അത് കല്ല് വെച്ചൊരു തുണയായിരുന്നു. എന്നാ ഞാൻ പോവും. ഉറപ്പാണ്? ആ കല്ല് വെച്ച ഞാൻ എറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്ന വേണ്ട. സ്നേഹം കൊണ്ട് തമാശക്ക് പറഞ്ഞു എന്റെ സ്വീറ്റി. ബേബി, ഞാനൊരു കാര്യം പറഞ്ഞ എനിക്ക് വാങ്ങി തരുമോ? പറ, എന്തിനു വേണമെന്ന് പറ. പുതിയൊരു മോതിരം ഇറങ്ങി, നമ്മുടെ കയ്യിലിട്ടിട്ടേ ഉമ്മ വെച്ച ലൈറ്റ് കത്തും. 10 ലക്ഷം രൂപയാ. ഉമ്മ വെച്ചാ കത്തണ മോതിരമല്ല, ഉമ്മ വെച്ചാ കത്തണ അറിഞ്ഞാണ് ഞാൻ വാങ്ങിച്ചു തരും. വീണുരുണ്ട് ചാവണ മുമ്പേ കുറേറ്റ് ഞാൻ കത്തിക്കും. എന്റെ ബേബി, നിനക്ക് ഞാൻ നീ പ്രതീക്ഷിക്കാത്ത ഒരു 10 പവന്റെ മോനെ കൂടി ഞാൻ വാങ്ങിച്ചു തരും. അയ്യോ, സത്യം. എനിക്ക് എന്റെ ബേബി കടിച്ച് തിന്നാൻ തോന്നുന്നു. കടിച്ച് തിന്ന് ഞാൻ പോലെ നിൽക്കല്ലേ. എല്ലെങ്കിലും മുച്ചാൻ വെച്ചേക്കടേ. അമ്മ, അയ്യോ, എന്തിനു ചിരിക്കണത്?
ആര്? എന്റെ കളി ഇഷ്ടപ്പെട്ട? അയ്യോ ഞാൻ ചിരിച്ചില്ല. പോ ബേബി, ഞാൻ ചിരിച്ചില്ല. ഇത് കോളിംഗ് ബെല്ല്. സ്വർഗത്തിലെ കട്ടും പോവാൻ വേണ്ടി ഞങ്ങൾ പിച്ചക്കാരന്മാരായിരിക്കും. പറഞ്ഞു നോക്കട്ടെ. അയ്യോ അയ്യോ പെട്ടെന്ന് പോന്നു. എന്റെ ബമ്പർന്നവര് പറഞ്ഞു. എന്താ ബേബി? ബേബിയാ 10-65 വയസ്സുകൊണ്ട് എനിക്ക് അപ്പന്റെ പ്രായം വേണ്ടി ബേബി ഇറങ്ങി പോയി തന്നെ. അയ്യോ ബേബി, ഞാൻ അടുക്കള വശത്തോട് അയ്യോ അടുക്കള പോയി പോണ്ട. അവിടെ CC ക്യാമറ അവളെ പൊക്കും. എന്നാ ഞാൻ ഫ്രണ്ടിൽ കൂടെ പോവാം. വേണ്ട CC ക്യാമറ കെട്ടി വലിയ ലെൻസാണ് എന്റെ ഭാര്യയുടെ കണ്ണ്. അവളെ പൊക്കും. ഞാൻ എവിടെ പോയി ഒളിച്ചിരിക്കും ബേബി? ഞാൻ ജോത്സ്യനെ കണ്ട് എഴുതിക്കൊണ്ട് വരാം. ഇറങ്ങി പോകേണ്ട സ്ഥലം ഇറങ്ങി പോകണ്ട അങ്ങോട്ട്. ഭഗവാന് ഇവിടെ നിക്കണ കണ്ടോണ്ട് എന്റെ വയറിലെ ഉരുണ്ടായിരുന്നു. ബാത്റൂമിൽ പോവാൻ മുട്ടണേ. അയ്യോ ബേബി, ബാത്റൂം എവിടെ? എനിക്ക് മുട്ടണ്ട. നീ ബാത്റൂമിൽ പോകണം. എന്തിന്? അല്ല, ഒളിച്ചിരിക്കാൻ. നിന്റെ ഒറിജിനൽ പേരെന്താ പറഞ്ഞത്? ഹേമ. അയ്യോ കൊള്ളാം. സിറ്റുവേഷന് പറ്റിയ പേര്. എന്റെ കൈകാലത്ത് വെറുതെ പറക്കണേ. BP കൂടി ഒരു ഗുളി കഴിച്ചിട്ട് വരാം. അയ്യോ അയ്യോ അയ്യോ. കല്യാണത്തിന് പോയ നമ്മൾ എന്തിനാടാ വീണ്ടും വീട്ടിലേക്കാണ് തിരിച്ചു കയറി വന്നത്? ചേച്ചി ഇങ്ങോട്ട് വാച്ചി, നിങ്ങൾക്ക് കല്യാണം വലുത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ? എന്താ? ഇവിടുന്ന് പോയപ്പോ മുതലാളി ഒരു ഒപ്രാളം ഇതുവരെ ഇല്ലാത്തൊരു ഒപ്രാളം ശ്രദ്ധിച്ചായിരുന്നാ? ചേച്ചി എന്താ ഇവിടെ ഒരു പെണ്ണിന്റെ മണം. അത് നിനക്ക് അങ്ങനെ അറിയാം? അല്ല, ഈ പെണ്ണുങ്ങളടിക്കാൻ സ്പ്രേക്ക് പൊതുവെ ഒരു പൂവിന്റെ മണം ഇരിക്കും. അത് എന്റെ സ്പ്രേ ആടാ. ചവന്നാറി പൂവല്ലേ, നല്ല പിച്ചി പൂവിന്റെ മണം. സത്യം ഇവിടെ ഇവിടെ കൊണ്ട് മൊത്തം മണമുണ്ട്. ഇല്ലടാ, നിനക്ക് തോന്നുന്നതാ. നിങ്ങൾ തോന്നും പോലെ എന്റെ ഭർത്താവിനെ കൊല്ലാനൊരു കൊലയാളി വന്നിരിക്കുന്നേ. നിങ്ങളെ ഭർത്താവ് എന്നതാണ്ട് നിക്കർ വിട്ടോണ്ടോ? എന്താ മനുഷ്യ നിക്കറില് വാദം ഉണ്ടല്ലോ. കാര്യം തൈലോടെ എളുപ്പമാണ്. നിക്കറിട്ട് മറ്റേ മുണ്ടിലാണെങ്കിൽ തൈലം മുണ്ടി പറ്റത്. എന്ത്? ഒന്നുമില്ല. ആർക്ക് വെള്ളം? വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട്. ഞങ്ങൾക്ക് വെള്ളം വേണം, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അയ്യോ അല്ലല്ല, ഇപ്പൊ എനിക്ക് BP കൂടി ഗുളി കഴിക്കാൻ വേണ്ടി വെള്ളം എടുത്താണ്. ഗുളി കഴിക്കാനാടാ. ഗുളിക കഴിക്കാൻ. അപ്പൊ ഈ സമാധാനമായിട്ട് കിടക്കുന്ന വീട്ടിൽ പെട്ടെന്ന് BP വിടണമെങ്കിൽ ഇവിടെ ആരോ കയറ്റി ഒളിപ്പിച്ചിട്ടില്ലേ? ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ആരോ ഉണ്ട്. ആരുമില്ല. ഇവിടെ ആരോ ഉണ്ട്. ആരുമില്ല. ആരോ ഉണ്ട്. ആരോ ഉണ്ട്. നിങ്ങൾ ആരും ഒളിപ്പിച്ചിട്ടുണ്ടോ? സംശയമുണ്ടോ? സംശയമുണ്ടോ? എന്നാ ഞാൻ സത്യം പറയാം. ഞാൻ അടുക്കളക്കകത്ത് ഒരു പെണ്ണെ കയറ്റി ഒളിപ്പിച്ചിട്ട് അയ്യോടെ പിടിക്കാൻ ഞാൻ. ആ ഗ്രൗണ്ട് മൊത്തം ബാക്കിലുള്ള പശു തൊഴുത്തോടെ നോക്ക്. പോ അവിടെ നിന്ന്. നിനക്ക് വല്ല സംശയം ഉണ്ടോ? എനിക്ക് സംശയം ഉണ്ട്. ബെഡ്റൂമിനകത്ത് നോക്കണം. ഡ്രസ്സിന്റെ മട്ടം പോയി നോക്ക്. ടാങ്കിനകത്തൂടെ ഇറങ്ങി നോക്ക്. ഇവിടെ ഒന്നും ഞാൻ നോക്കില്ല. അത് ഉറപ്പാണ്. അവിടെ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. പറയാത്ത ഒരു സ്ഥലം ഉണ്ടല്ലോ, ബാത്റൂം. ഞാൻ അവിടെ പോയി ബാത്റൂം മൊത്തം വൃത്തിയായിട്ട് കിടക്കുകയാണ്. അല്ല കുഴപ്പമില്ല, ഞാൻ വൃത്തിയായിക്കോളാം. എടാ അവിടെ മറ്റേ എണ്ണ വീണ് ചരക്കി കിടക്കണം. നീ ചെല്ലും ചരക്കും പിടിക്കും തല ഒട്ടും ചാവും. കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചത്തോട്ട്. ഞാൻ കിടന്നിട്ട് എന്ത് ചെയ്യാൻ? നീ വീട്ടിലെ ഡ്രൈവർ തന്നെ. എന്റെ അച്ഛനല്ലേ? അല്ലല്ല. വണ്ടി സാധനത്തോടാ ചൂടാവണം. ഞാൻ എടുത്തോണ്ട് ചേച്ചി മൊത്തം തപ്പിക്കോ. കൊച്ചേ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നീ ഒരു കാര്യം പോലെ ആ ഭ്രാന്തൻ ഡ്രൈവർ പറഞ്ഞു. രണ്ട് കോട്ടയം. കോട്ടയത്താണല്ലോ എന്റെ നാട്. അതുകൊണ്ട് നാടിനെ കുറിച്ച് പെട്ടെന്ന് ഓർത്തപ്പോ എന്തിനാ കമ്പി പിടിച്ചു വെച്ചിരിക്കും? രണ്ട് കോട്ടയം. എന്തിന് കുഴപ്പമെന്ന് നിനക്ക്? അല്ല, ഈ സോഫയിൽ അവിടെ കിടന്ന് കറങ്ങണ്. സോഫയിലെ പിറകെ കിടന്ന് കറങ്ങാതെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ സോഫയിലെ പിറകെ കിടന്ന് കറങ്ങട്ടാ. നല്ല കൗണ്ടർ. അത് ഇവിടെ എന്ന് പറഞ്ഞ കേൾക്കൂല. സോഫയുടെ ബാക്കിൽ ചെന്ന് അന്ന് നോക്കി സംസാരിക്കടാ. നീ എന്റെ സംശയത്തെ മനെ കാണണെന്തിന്? സംശയം മനെ കാണണെന്തിന്? ഇവിടെ ആരോ ഉണ്ട്. ആരും ഇല്ല. ഇവിടെ ആരോ ഉണ്ട്. ഇവിടെ ആരും ഇല്ല. മൂത്തൊക്കെ സംസാരിക്കടാ. ഇവിടെ ഒരു പെണ്ണിന്റെ മണം ഉണ്ടല്ലോ. സന്തോഷേ, നീ എന്നെ അവിശ്വസിച്ച് കഴിഞ്ഞാ നിന്നെ ഈ വീട്ടിൽ ഞാൻ പണി ഞാൻ പറഞ്ഞോളും കേട്ടാ. പൊന്നു സാറേ, എന്റെ ജോലി കളയല്ലേ. ഇതെപ്പോ വന്ന് ചേച്ചിനെ വിളിക്കാൻ പറയണ. അയ്യോ ഭാഗ്യലക്ഷ്മി, ഇവന്റെ അച്ഛൻ ചത്ത്. ഫോണിപ്പോ വന്നു. എന്റെ ചത്തവന് വിശ്വാസമേ ആയിട്ടില്ലെന്ന്. ഒരു പെണ്ണ്. ഇവന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ അച്ഛൻ മരിക്കണം. ഇവരെ കൊണ്ട് പെണ്ണിനെ കെട്ടിക്കണമെന്ന്. എന്റെ അമ്മ അച്ഛൻ പോയി. ഇനി അമ്മ മാത്രമല്ലേ ഉള്ളൂ. ഒരു പെണ്ണുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ആ മണത്തിന്റെ ആള് ഞാൻ കാണിച്ചു തരാം. എവിടെ? പെണ്ണില്ല. ഭാഗ്യലക്ഷ്മി ഇല്ല. ദൈവമേ, പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ലല്ലോ ഈശ്വര. എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് കയറി വന്നോളൂ. ആരാടി നീ? ആരാ മനുഷ്യ? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ എല്ലാ സത്യവും പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല. പിന്നെ ആണാണോ? ആണല്ല. ആണുമല്ല, പെണ്ണുമല്ല, ഭൂതമല്ല, ചാത്തനുമല്ല. പിന്നെന്താ? റോബോട്ടാ. റോബോട്ട്. 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 എടി, ഇത് റോബോട്ടാണ്. റോബോട്ട്.
കുറച്ച് റോബോട്ട് അഭിനയിച്ചോണേ. ഈ ഭാഗ്യലക്ഷ്മി, നാളെ നമ്മളെ വിവാഹ വാർഷികമല്ലേ? നിനക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന റോബോട്ടാണ്, ഫീമെയിൽ റോബോട്ട്. ചുമ്മാ റോബോട്ട് എന്ന് പറയുമ്പോ അബു സലീമിനെ പോലെ ഇങ്ങനെ നടക്കണം. റോബോട്ട് അല്ല, ഞാൻ വിശ്വസിക്കില്ല. റോബോട്ട് നിന്റെ ഞാൻ ഫോൺ വിശ്വസിക്കില്ല. നിന്റെ ഫോൺ ഞാൻ കണ്ട റോബോട്ട് ഇങ്ങനെയല്ല. അല്ല. അല്ല ഗൂഗിൾ അമ്മച്ചി റോബോട്ട് ടീച്ചേഴ്സ് പ്ലീസ്. കുണുകുണാന്ന് പറഞ്ഞ അങ്ങോട്ട് റോബോട്ട് കണ്ടാ എന്താ മനുഷ്യർ തോറ്റു, അതുപോലത്തെ റോബോട്ടാണ്. അവളെ പോലെ തന്നെയുള്ള റോബോട്ട്. കണ്ട അല്ല ഇതിലുണ്ട്, പക്ഷെ ഇത് റോബോട്ട് അല്ല. റോബോട്ട് അല്ല ഈ റോബോട്ട് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് ചെയ്യും നോക്ക്. എല്ലാം ചെയ്യും. നീ എന്തെങ്കിലും പറഞ്ഞു നോക്ക്, അതുപോലെ എല്ലാം ചെയ്യും റോബോട്ട്. ഞാൻ പറഞ്ഞു നോക്കട്ടെ. റോബോട്ട് ആ റിമോട്ടിങ് എടുക്കൂ. ഓക്കെ മാഡം. കണ്ടാ റിമോട്ട് എടുത്താ കണ്ടാ? ഞാൻ പറയാം റോബോട്ട് ആ ഫ്ലവേഴ്സ് ഇങ്ങോട്ട് എടുക്കൂ. ഓക്കെ മാഡം. ഇത് ചുമ്മാ ഇത് വിശ്വാസമില്ലെന്ന്. എടുത്തടാ. ചോദിച്ചു നോക്ക്. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ റോബോട്ട് ചെയ്യൂലെന്നറിയാം. റോബോട്ടെ ഈ ചുണ്ടിന്റെ ഈ സൈഡിലായിട്ട് ഒരു ഉമ്മ അതാ നോക്കട്ടെ. ഇവിടെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന ചിപ്പ് ഘടിപ്പിച്ച ഉറപ്പാട്ടാ അത്. എന്നാലും എനിക്കൊരു സംശയമുണ്ട്. സംശയം ക്ലിയർ ചെയ്യണം. പറ. ഞാനൊന്ന് വിശദമായിട്ടൊന്ന് തൊട്ട് നോക്കട്ടെ. എനിക്ക് വന്നിട്ട് തൊടാൻ പറ്റില്ല, നീ പോയി തൊട്ട് നോക്ക്. നീ തൊടണ്ട. റോബോട്ട് ആണെങ്കിൽ അതൊരു പെണ്ണ, നീ തൊട്ട് അത് ഇല്ലാണ്ടാക്കണ്ട. സമ്മതിക്കൂല. മിഷ്യന് പോലും എന്നെ വേണ്ട. മിഷ്യന് പോലും ചേച്ചി ഒന്ന് തൊട്ട് നോക്ക്. ഞാൻ തൊടാം. തൊട്ട് നോക്ക്. തൊട്ട് നോക്ക്. തൊട്ട് നോക്ക്. തൊട്ട്. അയ്യോടാ ശരിയെന്നെടാ, നല്ല പതുപതുപ്പെടാ. അതൊന്നും വേണ്ട. അയ്യോ അതെ ഉണ്ടാ. അതേടാ. ഞാനും കൂടെ ഒന്ന് തൊട്ട് നോക്കട്ടെ ചേച്ചി. വേണ്ട വേണ്ട, നീ തൊടണ്ട. ഞാൻ തൊട്ടാ മതി. ഞാൻ തൊട്ടറിഞ്ഞ എന്നാലും എനിക്ക് വിശ്വാസമില്ല ചേച്ചി. വേണ്ട. കാരണം ഒരു കാര്യം ചെയ്യ്, ഈ റോബോട്ടേക്ക് ഇക്ലി ആവൂലേ ചേച്ചി? ഒന്ന് ഇക്ലിയാക്ക്. ഒന്നും കൂടെ ഇക്ലിയാക്കണം. അല്ല അവിടെ ഇക്ലി ആവുമ്പോ ഇവിടെ ചിരിക്കേണ്ട കാര്യം. റോബോട്ട് ചിപ്പ് എന്റെ ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അപ്പൊ ഇവിടെ ഇക്ലിയാക്കി അവിടെ നോക്കട്ടെ. ചിപ്പ് ഇവിടെ ഒന്നുകൂടി. ചിപ്പ് ഇവിടെ ആണല്ലേ? ഒരു മിനിറ്റ്. വാ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. വിശ്വാസമായില്ലേ? അതാരാ പോണു? ആരാ പോണു? ഇതല്ലേ റോബോട്ടിന്റെ കമ്പനി വിളിക്കണായിരിക്കും. റോബോട്ടിന്റെ കുഞ്ഞമ്മ അവിടെ മക്കളെ മുറുക്കാൻ മാഞ്ഞോണ്ട് വരാൻ വേണ്ടി വിളിക്കണം. എടുക്കടാ. റോബോട്ടിന്റെ ഫോണ് ഇവിടെ ചിപ്പല്ലേ? സ്പീക്കറിലിടാ. സ്പീക്കറിലിട്. ഹലോ ബേബി എവിടാ? ആര്? ഞാൻ എന്റെ ബേബിയുടെ ലവർ. ഇതാരടേ? പേരെന്തോന്ന് ലവറിന്റെ? ഫ്രാങ്കൈൻ. ഭ്രാന്തനാ? ഫ്രാങ്കൈൻ. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം. ഇവിടെ റോബോട്ട് അല്ലേ? അതെ. ഓ നിങ്ങളുടെ ബേബിയുടെ അച്ഛന്റെ പേരെന്തോന്ന്? സുധാകരൻ. അയ്യോ റോബോട്ടിന്റെ അച്ഛന്റെ ജോലി സുധാകരൻ. ഈ സുധാകരൻ എന്തോന്ന് ജോലി? തൊഴിലുറപ്പിന് പോണം. എന്ത് തൊഴിലുറപ്പിന് പോണ സുധാകരന്റെ മോള് ദാണ്ട് ഇവിടെ നിൽക്കുന്ന റോബോട്ടായിട്ട്. ഇവിടെ ഒരു കാര്യം ചെയ്യ്, ആ അവളെ നിന്റെ കൈ വിട്ടു പോയി. നീ വന്നിട്ട് കാര്യമില്ല, ചിപ്പ് വേറെ തന്റെ കയ്യില് ഞാൻ വരാം. വേണ. ഇപ്പൊ മനസ്സിലായ ചേച്ചി? ഇപ്പൊ മനസ്സിലായ? ആദ്യമുള്ള അതേ മണം ഇവിടെ ആള്. ചിപ്പ് ആരുടെ കയ്യിലെന്നാ പറഞ്ഞു? ചിപ്പ് എന്റെ കയ്യില്. ഏത് ഭാഗത്തായിട്ടിരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ താഴോട്ട്. ഏത് ഭാഗത്ത്? ആ ഭാഗം തൊട്ട് കാണിച്ചേ. ഇവിടെ ഈ ഭാഗത്ത്. മലയാളി റോബോട്ട് അങ്ങോട്ട് ഓടി. നല്ല മലയാളിയുടെ റോബോട്ട് അങ്ങോട്ട് ഓടിയത്. നാക്കാതെ വല്ല കാര്യം മാറെന്ന് പറയാ. ഉള്ള ചിപ്പ് അവൾ ഇടിച്ച് പൊട്ടിച്ചില്ലേ? ഇത് റോബോട്ട് പോയാ എന്ത്, തിന്നാ എന്ത്? അയ്യോ